ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി വിളിച്ച് ഫോണിലൂടെ മരുന്ന് കഴിക്കുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജയൻ തൊട്ടരികിൽ നിൽപ്പുണ്ട്. അതുപോലെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം കേട്ടോ, ഒന്നിനൊരു വീഴ്ചയും വരുത്തല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് നയനയോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുക. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത നിമിഷം നമ്മുടെ അനി വീട്ടിലേക്ക് വരിക. അപ്പോൾ അനിയെ കണ്ടപ്പോഴത്തേക്കും ദേവയാനിയും ജയനും ഒന്ന് ഞെട്ടി. ഇവനെന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇങ്ങ് പോന്നേ. അപ്പം നാളെ ആണെങ്കിലും ഇപ്പം വരുമെന്ന് പറഞ്ഞേ എന്ന് ജയൻ ഇങ്ങനെ അന്നേരം അവിടെ നിന്ന് പറയും കേട്ടോ. അനിയുടെ മുഖത്ത് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോഴത്തേക്ക് അജയനും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അനി വന്നിട്ട്, ആരാ ഇപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ പുതിയ MD എന്ന് അനി ഇങ്ങനെ ഇവരോട് എല്ലാവരോടുമായിട്ട് ചോദിക്കുക കേട്ടോ. ഇവർക്ക് ആർക്കൊന്നും പറയാനില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എടാ നീ നാളെ വരുമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു നമ്മുടെ അജയൻ. അപ്പോൾ ഏട്ടൻ MD സ്ഥാനം രാജിവെച്ചു എന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ ഇരിപ്പുറയ്ക്കുമോ എന്ന് ഹനി ഇവരോട് ചോദിക്കാം. കേൾക്കാത്ത പാതി ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഇവിടെ ശരിക്കും നടന്നത് വെല്ലിച്ചാ? എന്താ ഏട്ടൻ എന്തിനാ MD സ്ഥാനമൊക്കെ രാജിവെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോനെ അത് ആ മുംബൈയിലെ ഡീല് നഷ്ടപ്പെട്ടതിന് ശേഷം നിൻ്റെ മുത്തശ്ശൻ ആകെ വിഷമത്തിലായിരുന്നു എന്ന് പറഞ്ഞു. ബിസിനസ്സിലെ ജയപരാജയങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ലേ വല്യച്ച എന്ന് അതിന് ചോദിക്കുക. ഇതുവരെ ആദർശേട്ടൻ കമ്പനിക്ക് നേട്ടം മാത്രമല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, പിന്നെ എന്തിനാ ആദർശേട്ടനെ ഒഴിവാക്കിയത്? അത് ശരിയായ നടപടിയാണോ? ഒരു പരാജയം സംഭവിച്ചാൽ അതൊക്കെ നന്നായിട്ട് നികത്താൻ അറിയുന്ന കൂട്ടത്തിലുള്ള ആൾ തന്നെ എൻ്റെ ഏട്ടൻ. അല്ല ഇനി ആദർശേട്ടൻ്റെ സ്ഥാനത്ത് വേറെ ആരെയും മുത്തശ്ശൻ കണ്ടു വെച്ചിരിക്കുന്നേ എന്ന് അതിന് ചോദിക്കുക. അപ്പോഴത്തേക്ക് ഇത് കേട്ട് ജലജ അങ്ങോട്ടേക്ക് വന്നേ. അപ്പോൾ ജലജ ഇങ്ങനെ നിൽക്കുക. എന്താ ആരും ഒന്നും മിണ്ടാത്തേ എന്ന് അതിന് ചോദിക്കുമ്പോഴും ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. അല്ല ആദർശേട്ടൻ എവിടെ? അല്ല കമ്പനിയിൽ നിന്ന് രാജിവെച്ച ആൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ തന്നെ കാണുമല്ലോ. അപ്പോൾ എടാ നിന്നോട് ആരാടാ വിവരമൊക്കെ വിളിച്ചു പറഞ്ഞതെന്ന് അജയൻ ചോദിച്ചു. ഞാനും മൂർത്തി ജ്വല്ലറിയുടെ ഒരു ഭാഗമാണല്ലോ, അപ്പോൾ പിന്നെ ജ്വല്ലറിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഞാൻ അറിയത്തില്ലേ എന്ന് അനി അജയനോട് ചോദിക്കുക. പിന്നെ കമ്പനിയുടെ MD രാജിവെച്ചാൽ അതും ഈ വീട്ടിലുള്ളവർ എന്നോട് പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ പറയും എന്നുള്ളൊരു ബോധം നിങ്ങൾക്കില്ലേന്ന് ചോദിച്ചു. അതാണ് സംഭവിച്ചതെന്നും പറഞ്ഞു. പിന്നെ മുത്തശ്ശി ഇവിടെ ഇല്ലേ? ആ മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ മുകളിലുണ്ട് മോനെ എന്ന് ജലജ. ഞാൻ അവരെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അനി അകത്തേക്ക് കയറി പോവുക. ആ സമയത്ത് ആദർശും നയനയും വീട് വിട്ട് പോയ കാര്യം അവൻ അറിഞ്ഞില്ലല്ലേ എന്ന് ജലജ ചോദിക്കണം. അവൻ്റെ സംസാരം കേട്ടിട്ട് നിനക്ക് എന്താടി തോന്നിയതെന്ന് ദേവയാനി നേരം ജലജയോട് ചോദിച്ചു. ജലജ ഇങ്ങനെ ഒന്നും അല്ലാണ്ട് നിൽക്കുക. എനിക്ക് അവനത് അറിഞ്ഞില്ലെന്നാണ് തോന്നിയത്. എന്നാൽ ചെന്ന് അറിയിച്ചു കൊടുക്കടി എന്ന് പറഞ്ഞ് ദേവയാനി ജലജയോട് ദേഷ്യപ്പെട്ടു. ഇപ്പോൾ MD സ്ഥാനം ആദർശ് രാജിവെച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൻ ആകെ അപ്സെറ്റായി. അപ്പോൾ ഇനി അവർ വീട് വിട്ടു പോയി എന്നറിഞ്ഞാൽ അവനത് സഹിക്കാൻ പറ്റുമോ എന്തോ എന്ന് അജയൻ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ദേവയാനിക്കും ജയനും ഭയങ്കര സങ്കടമായി. പിന്നെ എന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴേക്കും ജാനകി അവിടെ നിൽക്കുക. അമ്മേ എന്ന് പറഞ്ഞ് അനി അങ്ങോട്ടേക്ക് ചെന്നു. മോനെ നീ വന്നോ? മോനെ നീ അറിഞ്ഞായിരുന്നോ കാര്യങ്ങളൊക്കെ? അമ്മയ്ക്ക് എന്താ പതിവില്ലാതെ ഇത്രയും സന്തോഷം എന്ന് അതിനെ ചോദിക്കുമ്പം, അല്ല മോനെ ചിലതൊക്കെ ഇവിടെ എല്ലാവരും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നതേ ജാനകി പറയാം. എന്താണെന്ന് ചോദിച്ചു. എൻ്റെ ഏട്ടൻ MD സ്ഥാനം രാജിവെച്ചതിൻ്റെ ആ ഒരു സങ്കടത്തിലാണ് ഞാനെന്ന് പറയുമ്പം, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? ആര് പരാജയപ്പെട്ടാലും അവരെ നിൻ്റെ മുത്തച്ഛൻ പുറത്താക്കല്ലേ പതിവെന്ന് ജാനകി. എൻ്റെ ഏട്ടൻ അങ്ങനെ ഒരു പരാജയമൊന്നും അല്ല. ഏട്ടൻ ആ കമ്പനി ഇത്രത്തോളം ഉയരത്തിലെത്തിക്കാൻ ഓരോന്നും ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോനെ. ഇപ്പം കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന തകർച്ചയ്ക്ക് കാരണം ആരാണെന്നും നിനക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അന്നേരം അത് കേട്ടപ്പോൾ അമ്മേ അത് ആര് കമ്പനിയുടെ തലപ്പത്ത് വന്നാലും സംഭവിക്കാവുന്ന തകർച്ചയാണ്. അല്ല ഇനിയിപ്പോൾ ഏട്ടനേക്കാളും കഴിവുള്ള ആരെയാ ആ സ്ഥാനത്ത് ഇരുത്താൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം, അതൊക്കെ നിൻ്റെ മുത്തച്ഛൻ എന്തെങ്കിലും തീരുമാനിച്ച് കാണും എന്ന് ജാനകി. പിന്നെ അതിനനുസരിച്ച് എല്ലാം നടക്കും മോനെ എന്ന് പറഞ്ഞു. ഏതായാലും നീ നിൻ്റെ മുത്തച്ഛനെ കണ്ടില്ലല്ലോ, ഒന്ന് പോയി കാണ് എന്ന് പറഞ്ഞ് ജാനകി നിർബന്ധിച്ച് അനിയെ പറഞ്ഞു വിടുക. അനി അങ്ങോട്ട് പോയപ്പോൾ ജാനകി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങോട്ടേക്ക് കയറി ചെന്ന് അനിയെ കണ്ടപ്പം, നീ വന്നോ? അല്ല എന്തിനാ മുത്തശ്ശ ആദർശേട്ടനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ന് അനി മുത്തശ്ശനോട് ചോദിക്കാം. അപ്പം അവൻ അതിന് യോഗ്യനല്ല എന്ന് തോന്നിയതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ, എല്ലാവർക്കും വീഴ്ചകൾ ഉണ്ടാവുമല്ലോ മുത്തശ്ശ, അതിന് ഇങ്ങനെയൊക്കെയാണ് ശിക്ഷ കൊടുക്കേണ്ടത്, അതിൻ്റെ കാര്യമുണ്ടോ? അപ്പം എന്നെ തിരുത്താൻ വന്നതാണോ നീ എന്ന് മുത്തശ്ശൻ അന്നേരം അനിയോട് ചോദിച്ചു. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഏറ്റെടുത്തുകൊണ്ടാണ് നീ ചെന്നൈക്ക് പോയത്, പിന്നെന്തിനാ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത്? ഇങ്ങനൊരു വിവരം അറിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നുമോ മുത്തശ്ശ എന്ന് അനി ചോദിക്കുക ഇവരോട്. മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. ഒരു ഡ്യൂട്ടി ഏറ്റെടുത്താൽ അത് കൃത്യമായി ചെയ്യുകയാണ് വേണ്ടത്. ആദർശിൻ്റെ MD സ്ഥാനം പോയത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അതിൻ്റെ കാരണം തേടി നീ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു.
അന്നേരം മോൻ ആദർശിനെ വിളിച്ചായിരുന്നോ, അവനെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഇല്ല. ആദർശേട്ടൻ ഇവിടെ ഉണ്ടോ മുത്തശ്ശി എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി ഒന്ന് ഞെട്ടിയപ്പോൾ അനി ഇത് അറിഞ്ഞിട്ടില്ല. അപ്പം അത് ശരി, അപ്പോൾ MD സ്ഥാനം പോയത് മാത്രമേ നീ അറിഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിച്ചു. അനി അന്നേരം അന്തം വിട്ട് നിൽക്കാം. ഇവിടെ നിന്ന് അവനും അവൻ്റെ ഭാര്യയും പോയത് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനി ഭയങ്കരമായിട്ട് ഇങ്ങനെ അന്തം വിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ആദർശ് വീട് വിട്ട് പോയി മോനെ, പിന്നാലെ നയനിയും പോയെന്ന കാര്യം മുത്തശ്ശി പറയാം കേട്ടോ. അയ്യോ എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നതെന്ന് അനി ചോദിക്കണം. അതിന് ആദർശേട്ടനും ഏട്ടത്തെയും ഇവിടുന്ന് പോകേണ്ട കാര്യം എന്താ, അതിൻ്റെ ആവശ്യം എന്താ? അത് അവനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങളാരും അവനോട് പോകാൻ പറഞ്ഞിട്ടില്ല. ആദ്യം ഭർത്താവിന് പോകാൻ തോന്നി, പിന്നാലെ ഭാര്യയ്ക്കും പോകാൻ തോന്നി. ഇനിയിപ്പോൾ നാളെ നിനക്കും പോകാൻ തോന്നിയാൽ നിന്നെയും ഞാൻ തടയില്ല എന്ന് അനിയോട് മുത്തച്ഛൻ പറയാം. പിന്നെ വെറുതെ അനാവശ്യ സെൻറ്റിമെൻസുകൾ കളഞ്ഞിട്ട് നീ കുറച്ചുകൂടി സീരിയസ് ആകാൻ നോക്കാൻ പറഞ്ഞു. ഇനി ആദർശിൻ്റെ കസേര നിനക്ക് അവകാശപ്പെട്ടതാണെന്നും മുത്തച്ഛൻ അനിയോട് പറയൂ കേട്ടോ. നീയാണ് മൂർത്തീസ് കമ്പനിയുടെ MD എന്നും പറഞ്ഞു. ഇത് കേട്ടാ അമ്പോ എന്നും പറഞ്ഞ് നിൽക്കും അനി. മുത്തച്ഛ എന്നും പറഞ്ഞ് വിളിച്ച്. അത് മുത്തച്ഛ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനമൊന്നും വേണ്ട എന്ന് അനി മുത്തച്ഛനോട് പറയുകയാണ്. ഏട്ടനിരുന്ന കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലാന്നും ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് തൽക്കാലം നിന്നെ ആ കസേരയിൽ ഇരുത്താമെന്ന് എനിക്ക് തോന്നിയതെന്ന് മുത്തച്ഛന് നേരം. അതിവിടെ എല്ലാവരെയും ഞാൻ അറിയിച്ചും കഴിഞ്ഞു. കമ്പനിയിലുള്ളവർക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ നോക്ക്. വെറുതെ നിന്ന് എന്നോട് തർക്കിക്കാതെ എന്നും പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുമ്പോൾ മുത്തശ്ശി എന്താ മുത്തശ്ശന് പറ്റിയതെന്ന് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് നാൾ മുന്നേ വരെ ഒരു അസുഖം ഉണ്ടായിരുന്നു, അതെന്തായാലും ഇപ്പം മാറി. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ തലച്ചോറ് ദ്രവിച്ചു തുടങ്ങിയിട്ടുമില്ല. വേണ്ടുന്ന സമയത്ത് തന്നെ വേണ്ടുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികാര കൈമാറ്റം നടത്തേണ്ട സമയമായി, അതിന് പിന്നെ മഴ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ നിന്നങ്ങ് പറയാം. മുത്തശ്ശ ഏട്ടൻ്റെ തണലില്ല ഞാൻ ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പം അത് പാടില്ല. എന്നും ഏട്ടൻ്റെ തണലിൽ അനിമാർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മുത്തശ്ശൻ ചോദിച്ചു. മുത്തശ്ശനോട് തർക്കിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല എന്നൊക്കെ ഇങ്ങനെ ഇനി പറയുമ്പം എനിക്ക് കൊണ്ടടാ മോനെ ഒരുപാട് സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ തകർത്തവനെ ഇനി അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് മുത്തശ്ശൻ ഇവരോട് പറയണം. അപ്പം നീ പൊയ്ക്കോ മോനെ, ഇനി സംസാരിച്ച് മുഷിയണ്ട വെറുതെ എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് മുത്തശ്ശി അനി അങ്ങ് പറഞ്ഞു വിട്ടു. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ അവിടെ അങ്ങനെ ഇരിക്കുക. ആദർശ് അവൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ MD കസേരയിൽ കുറച്ച് ദിവസമെങ്കിലും ഇവൻ ഇരിക്കണമെന്നുള്ള കാര്യം മുത്തശ്ശിയോട് പറയുക. പിന്നെ നാളെ ആദർശനൊരു അത്യാവശ്യം വന്നാൽ അവനൊന്ന് കിടപ്പിലായാൽ കമ്പനിയെ നയിക്കാൻ ഇവനെ കൊണ്ട് പറ്റണമെന്നുള്ള കാര്യവും മുത്തശ്ശൻ പറയുവാണ്. അതിന് കൊച്ചുമക്കൾക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം അത് കൊടുത്തേ പറ്റുമെന്നും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താണെന്ന് എനിക്കറിയാമെന്ന് മുത്തശ്ശി അന്നേരം പറയുക കേട്ടോ. പിന്നെ എങ്കിലും പിള്ളേരൊക്കെ മുന്നിൽ വന്നു വിഷമിക്കുന്ന കാണുമ്പോൾ എന്തോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അപ്പം തൽക്കാലം അത് സഹിക്കണം. നല്ലതിന് വേണ്ടിയാ നമ്മുടെ നാവ് കള്ളം പറയുന്നത്, അല്ലാതെ നമ്മൾ കുടുംബം നശിക്കാനോ അല്ലെങ്കിൽ കമ്പനി നശിപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ലല്ലോ. അത് മനസ്സിലാക്കി താൻ കൂടെ നിൽക്കണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സത്യം വിളിച്ച് പറയത്തില്ലായിരുന്നു എന്ന് മുത്തശ്ശി അന്നേരം ചോദിക്കാം. ഇനിയിപ്പോൾ അനിയൻ ചേട്ടനെ കാണാൻ പോകും. ചേട്ടനെ അനിയൻ തിരിച്ച് വിളിക്കും. അപ്പോൾ തിരിച്ച് വിളിച്ചാലും അവൻ വരില്ല എന്ന് മുത്തശ്ശൻ ആദർശിൻ്റെ കാര്യത്തിൽ ആ ഒരു ഇത് പറയുക. അവൻ എൻ്റെ കൊച്ചുമോനാ, വാശിയോടെ പടിയിറങ്ങിപ്പോയ കൊച്ചുമോനാണ് അവൻ വെറും കൈയോടെ തിരിച്ചു വരില്ല എന്ന് ആദർശിനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും മുത്തശ്ശൻ ഇങ്ങനെ പറയണേ. അപ്പം അവൻ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്, ഇനി അത് നടക്കാതെ അവൻ നയനമോൾക്കൊപ്പം ഈ പടി ചവിട്ടില്ല എന്നും പറയുക. പിന്നെ അവൻ്റെ ശത്രുവിനെ, ഈ കുടുംബത്തിൻ്റെ ശത്രുവിനെ അവൻ കണ്ടുപിടിക്കില്ലെന്ന് ഞാൻ നോക്കട്ടെ, അതുവരെ ഈ നാടകം തുടർന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം നമ്മുടെ അനി ആദർശിനെയും നയനയും കാണാൻ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചു. ഇവർ ചെന്ന് വാതിൽ തുറന്നപ്പോഴത്തേക്കും അനി കയറി വന്നു. അനിയെ കണ്ടപ്പോഴേക്കും എടാ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് ചെന്നു കേട്ടോ. MD സ്ഥാനം രാജിവെച്ചു എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വീട്ടിലെത്തിയപ്പോഴാണ് അതിനേക്കാളും വലിയ ഷോക്കായതെന്ന് അനി പറയാം. ഏട്ടനും ഏട്ടത്തെയും വീട് വിട്ട് പോരാനും മാത്രം അവിടെ എന്ത് സംഭവം ഉണ്ടായത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അപ്പോൾ ഭയങ്കര സങ്കടം ഇവർക്ക് രണ്ടുപേർക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതിന് മാത്രം എന്ത് തെറ്റേട്ടൻ ചെയ്തേ? എന്തായിട്ടാ ചതിയിലൂടെയല്ലേ ജ്വല്ലറിക്കാർ അമേരിക്കൻ ജ്വല്ലറിയുടെ ആ ഒരു ഇത് പിടിച്ചെടുത്തത്? അവിടെ അതിന് മുത്തശ്ശൻ ഏട്ടനെ ശിക്ഷിക്കേണ്ട കാര്യം എന്താ? അപ്പം നീ മുത്തശ്ശനുമായിട്ട് സംസാരിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. സംസാരിച്ചായിരുന്നു, പക്ഷേ കേട്ടതൊന്നും എനിക്കങ്ങോട്ട് അത്ര ദഹിച്ചിട്ടില്ല ഏട്ടാ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുക. അപ്പോൾ ഇവർ രണ്ടുപേരും അന്തമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എടാ
നീ എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നേ? അതിന് എന്നെ ആരും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടൊന്നും ഇല്ലടാ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങോട്ടേക്ക് പോകുന്നതാ. ഇവളും അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കടുത്തൊരു തീരുമാനം എടുക്കേണ്ട കാര്യം എന്താണെന്നല്ലേ ഏട്ടാ ഞാൻ ചോദിച്ചത്. അതിൻ്റെ ആവശ്യമുണ്ടോ? എടാ തൽക്കാലേ മുത്തച്ഛനും നിൻ്റെ അച്ഛനും വലിച്ചനൊക്കെ പറയുന്നത് കേൾക്കണം. കമ്പനിയുടെ MD ആയിട്ട് കാണുന്ന എല്ലാവരും നിന്നെയാ. ആ ഒരു സ്ഥാനം നീ സന്തോഷത്തോടെ ഏറ്റെടുക്കുക വേണ്ടത്. എന്തിനാ ഏട്ടാ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അതിന് മാത്രം എന്താ തെറ്റാ ഞാൻ ചെയ്തേ? പിന്നെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നും പറഞ്ഞു വലിയൊരു ഭാരം ഏട്ടൻ എൻ്റെ തലയിലെടുത്ത് വെച്ച് തന്നില്ലേ? അത് ഞാൻ ഭംഗിയായി നോക്കുന്നില്ലേ? അവിടെയും ഞാൻ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ഏട്ടൻ്റെ സഹായം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് അനി പറയാം. ഇവിടെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത സങ്കല്പിക്കാത്ത കസേരയാണ് ഒഴിച്ചിട്ടിട്ട് എന്നോട് അവിടെ കയറി ഇരിക്കാൻ പറയുന്നു എന്ന് പറയുമ്പം അനി നിനക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തന്നിരിക്കും. നിനക്കിനി എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതിയെന്ന് അനിയോട് പറയുമ്പം ഏട്ടൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മാത്രം നോക്കി മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ ഏട്ടൻ തന്നെ അത് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. എന്തിനാ കസേരയിൽ എന്നെ പിടിച്ചെടുത്തതെന്നാണ് എൻ്റെ ചോദ്യം എന്നും അനി ആദർശനോട് ചോദിക്കുക. അനി മുത്തശ്ശൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആദർശേട്ടനും അതങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ രണ്ടാളെയും തിരുത്താനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് നയന പറയാട്ടോ. അന്നേരം എടാ നീ ആ കസേരയിൽ ഇരുന്നില്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരും. നമ്മുടെ കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ മൂർത്തി ജ്വല്ലറിയുടെ MD ആയി വരരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് ആദർശ് പറയുമ്പോൾ ഏട്ടൻ പരാജയപ്പെട്ടപ്പോഴാണ് ഏട്ടനെ ആ കസേരയിൽ നിന്ന് മാറ്റിയത്. MD എന്നുള്ള നിലയിൽ ഞാൻ വിജയിക്കുമെന്ന് എന്താണ് ഉറപ്പ് എന്നും അനി ഇങ്ങനെ ഇവരോട് രണ്ടുപേരോടും ചോദിക്കണം. അങ്ങനെ വിജയിക്കാതിരുന്നാൽ എന്നോട് മുത്തശ്ശൻ റിസൈൻ ചെയ്യാൻ തന്നെ പറയില്ലേ? എടാ അത് അന്നേരത്തെ കാര്യമല്ലേ. അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. നിനക്ക് ഒരു പരാജയവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനല്ലേ പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വീട് വിട്ട് ഇറങ്ങിയതെന്ന് പറയുമ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏട്ടാ എന്ന് പറഞ്ഞു. നമ്മുടെ കമ്പനിക്ക് നമ്മൾ അറിയാത്തൊരു ശത്രു ഉണ്ടെന്ന് ഒരുപാട് തവണ അനിയുടെ മുത്തശ്ശൻ പറഞ്ഞതായിട്ട് നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാ ആദർശേട്ടൻ വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നതെന്നുള്ള കാര്യം നയന പറയുവാണ്. അതിനൊരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറുമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിശ്വാസം. മുത്തശ്ശൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ മുത്തശ്ശൻ പുരാണത്തിലെ കഥകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. ആദർശനും മുത്തശ്ശൻ്റെ കാരണവന്മാരും ഇരുന്നിട്ടുള്ള കസേരയാണ് എനിക്കിപ്പോൾ തന്നിട്ടുള്ളതെന്നും എൻ്റെ അച്ഛനും വലിയച്ഛനും പോലും MD സ്ഥാനം കൈമാറിയിട്ടില്ല. പിന്നെ എന്ത് കണ്ടിട്ടാ എന്നെ അതിലിരുത്താൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അന്നേരം തൽക്കാലം നീ മുത്തശ്ശൻ്റെ ആഗ്രഹം പോലെ നിന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ കമ്പനിയെ സേവിച്ചാൽ മതിയെന്ന് ആദർശ് നേരം പറഞ്ഞു കൊടുക്കുക. കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാക്സിമം എഫേർട്ട് എടുത്തേ പറ്റൂ അനി. അത് ചെയ്യണം. അവസാന നിമിഷം വരെ ഞാനിതിൽ നിന്ന് പിന്തിരിയാൻ നോക്കും എന്ന് അനി നേരം പറഞ്ഞു. പിന്നെ മുത്തശ്ശനെ എതിർക്കാനും എന്നെക്കൊണ്ട് സാധിക്കില്ല. അതുപോലെ തന്നെ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു നേട്ടം ഒരു ഭാഗ്യമായിട്ട് കരുതാനും എന്നെക്കൊണ്ട് കഴിയുന്നില്ല ഏട്ടാ എന്നും പറഞ്ഞു. അപ്പം എനിക്ക് ആദർശനും ഭയങ്കര സങ്കടമാണ്. പിന്നെ മുത്തശ്ശനും ആദർശനും സ്വന്തം തീരുമാനങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെയും കാര്യം. എനിക്ക് അർഹതയില്ലാത്തതൊന്നും എനിക്ക് വേണ്ട ഏട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അത് മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കിയാണെങ്കിലും ഞാൻ പറഞ്ഞിരിക്കുമെന്നും പറഞ്ഞ് അനി ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോവുക. അപ്പോൾ അനി എടാ പോവാണോ എന്ന് ചോദിച്ചു ആദർശ്. അപ്പോൾ ഏട്ടൻ എന്നോടൊന്നും പറയണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എന്നോടെങ്കിലും ഒന്ന് പറയണമായിരുന്നു. ഏട്ടനത് ചെയ്തോ? ചെന്നൈയിൽ പോയി ഞാൻ മടങ്ങിയെത്തിയപ്പോൾ വീട്ടിൽ പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് സംഭവിച്ചത്. ചിന്തിക്കാത്ത പല കാര്യങ്ങളും. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഏട്ടാ. ഏട്ടൻ്റെ കൈ പിടിച്ച് നടക്കാനേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഏട്ടൻ്റെ ഒരു സ്റ്റെപ്പ് താഴെ നിൽക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടും ചിന്തിച്ചിട്ടുള്ളൂ. ഏട്ടനെ വളർത്താൻ പറ്റാത്ത കമ്പനി എൻ്റെ മിടുക്കുകൊണ്ട് ഒരിക്കലും വളർത്താൻ പറ്റത്തില്ല എന്നും അനി പറയണം. ആ ഒരു ബോധം ഉള്ളിടത്തോളം കാലം എനിക്ക് ആ കസേരയിൽ ഉറച്ചിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം അനീനെ അത് സ്വീകരിക്കാതിരിക്കുക ആദർശേട്ടാന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ അവൻ്റെ നേരെ ഒന്ന് കൈ ചൂണ്ടി സംസാരിച്ചാൽ അവൻ അവിടെ നിന്നോളൂ എന്ന് ആദർശം നേരെ നയനയ്ക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കണേ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം വേണുവിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അബിയെയും. അപ്പോൾ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുവാണ് അനാമികയുടെ കാര്യം. ഒരു മയത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ ഒരുപാട് കാലം മുന്നേ തന്നെ ഞങ്ങൾ അവളോട് സംസാരിച്ചതാ. പക്ഷെ അവളത് കേട്ടില്ല, അവളത് ചെവിക്കൊണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഡിവോഴ്സ് ആയില്ലല്ലോ, കേസ് കോടതിയിൽ കിടക്കല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല അബി. കേസ് വാദിക്കുന്നത് തലമൂത്ത വക്കീലന്മാരെ പോലും മുട്ടുകുത്തിക്കുന്ന ഒരുത്തനാണ് നവീൻ എന്ന് പറയുന്നവൻ. അവനാണെങ്കിലേ എനിക്കും നിന്റെ മുത്തച്ഛനും വേണ്ടി മരിക്കാൻ നടക്കുന്ന ഒരുത്തനല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അവൻ എൻ്റെ കേസ് വന്നപ്പോൾ അത് ഏറ്റെടുത്തില്ലല്ലോ. അതെന്താ? അപ്പം എടുക്കില്ലോ. നീ ജയിലിൽ കിടക്കണമെന്ന് മൂർത്തിയും അയാളുടെ ശിങ്കിടികളും ആഗ്രഹിക്കുന്നതാ. പിന്നെ എങ്ങനെ അവർ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നേ? ആ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞിട്ട് അനാമികയെ തിരിച്ചു കൊണ്ടുവരാനൊരു ശ്രമം നടത്തിക്കൂടെ എന്ന് അഭി ചോദിച്ചപ്പോൾ അടി കിട്ടുമോ? എന്താ? അല്ല, അങ്ങോട്ട് ഗേറ്റ് കിടന്ന് വന്നാൽ എൻ്റെ മോളുടെ മുന്നിൽ വെച്ച് എന്നെ അവിടെ ഉള്ളവർ തല്ലുമോന്ന്
അപ്പോൾ 2 കിട്ടിയാലും അത് അങ്കിളിന് പുത്തരിയൊന്നും അല്ലല്ലോ. അതും നീ പറഞ്ഞത് ശരിയാ. എൻ്റെ മോൾ അനന്തപുരി തറവാട്ടിലേക്ക് കയറ്റുമെങ്കിലേ നിന്ന് തല്ല് കൊള്ളാനും ഞാൻ ഒരുക്കമാണ് എന്ന് വേണു പറയണു. ഞാൻ എൻ്റെ മോളുമായിട്ട് ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. അല്ല, അവളിപ്പോൾ വേറൊരുത്തനുമായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ടല്ലോ. അത് കേട്ടപ്പം അവനുമായിട്ടുള്ള റിലേഷനാണ് ബന്ധം പിരിയാൻ അവൾക്കൊരു ആത്മവിശ്വാസം കൊടുത്തത്. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ലേ അബി, എല്ലാവരും പരിധിക്ക് പുറത്താ. അപ്പോൾ ഇനിയിപ്പോൾ അങ്കിളിനും അനാമികയ്ക്കും നഷ്ടപ്പെട്ടു പോകാനൊന്നുമില്ല. ഒന്ന് വന്ന് അനന്തപുരിയിലെ കിരീടം വയ്ക്കാത്ത രാജാവിൻ്റെ കാലൊന്ന് പിടിച്ചു നോക്കുക, ചിലപ്പോൾ നടന്നേക്കുമോ നീ അബി പറഞ്ഞു കൊടുക്കുക. തറവാട്ടിലോട്ട് കയറ്റിയില്ലെങ്കിലും ബന്ധം പിരിയുമ്പോൾ എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടിയാൽ തന്നെ അതായില്ലേ എന്നും ഈ അബി ചോദിക്കുക. അപ്പോൾ ശരി, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. പിന്നെ പുറപ്പെടുന്നതിന് മുന്നേ നിന്നെ ഞാൻ വിളിക്കാം കേട്ടോ. ശരി. എന്തായാലും ആദർശം നയനയും പോയതിൻ്റെ വിഷമത്തിലാണല്ലോ അവിടെ എല്ലാവരും. അങ്ങനെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നിടത്തേക്ക് കയറി വരാനും ഒരു സുഖമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു കുറേ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോയി. അബി ഭയങ്കര പ്രതീക്ഷയിൽ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ കാണാനായിട്ട് അനി ചെന്നതാട്ടോ. എന്നിട്ട് അവിടെ ചെന്ന് ഇവർ 2 പേരും കൂടെ സംസാരിക്കുകയാണ്. നീ എന്തിനാ ചെന്നൈയിൽ നിന്ന് പെട്ടെന്ന് ഓടി വന്നു? നീ ബിസിനസ്സിൻ്റെ കാര്യത്തിനല്ലേ ചെന്നൈക്ക് പോയത്? ആ സമയത്ത് നിന്നോട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ നിനക്ക് പിന്നെ പോയ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ എന്നും. എന്നിട്ട് ഞാനതെല്ലാം അറിഞ്ഞല്ലോടി, എന്നിട്ട് ഞാനിപ്പോൾ ഓടി വന്നില്ലേ എന്നും അനി നന്ദുവിനോട് ചോദിക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇത് സഹിക്കാൻ പറ്റുന്നില്ല നന്ദു. ഞാനിതെങ്ങനെ സഹിക്കും? ഏട്ടനിരുന്ന കസേരയിൽ എനിക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം, എടാ കമ്പനി തകരാതിരിക്കാനാ ആദർശേട്ടൻ വീട് വിട്ടിറങ്ങിയത്. അത് തോൽക്കാനല്ല ജയിക്കാൻ വേണ്ടിയിട്ടാടാ, അതാണ് നീ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയുകയാണ്. ഞാനും കിരണേട്ടനും കല്യാണ ചേച്ചിയെല്ലാം ആദർശനോടൊപ്പം തന്നെ നിൽക്കുക, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം സഹായിക്കാനും ശ്രമിക്കാം. ആ സമയത്ത് കമ്പനിക്ക് നാഥനില്ലാതാകരുത് എന്ന് അനിയോട് നന്ദു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ആദർശേട്ടൻ ഒഴിച്ചിട്ട കസേരയിൽ മറ്റൊരാൾ കയറി ഇരിക്കാനും പാടില്ല എന്നും പറഞ്ഞു. അതുകൊണ്ടാ നീ അവിടെ വേണമെന്ന് ഞങ്ങളെല്ലാവരും വാശി പിടിക്കുന്നതെന്നും പറഞ്ഞപ്പം, പക്ഷേ മുത്തച്ഛൻ ഒരിക്കലും ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതിയതേ അല്ല നന്ദു എന്ന് അനി. സ്വന്തം കുടുംബത്തെക്കാളും വലുതാണ് മുത്തച്ഛന് ബിസിനസ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ആദർശേട്ടനെ കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നും ഒഴിവാക്കി മുത്തച്ഛൻ ഒരിക്കലും ജീവിക്കുമെന്ന് ഞാനെന്നല്ല ആരും കരുതിയിട്ടുള്ളതല്ല എന്ന് പറയുമ്പോൾ, നിന്റെ മുത്തച്ഛൻ ഒരിക്കലും ആദർശേട്ടനോട് വീട് വിട്ടു പോകാനൊന്നും പറഞ്ഞിട്ടില്ല. അത് ആദർശേട്ടൻ സ്വയം എടുത്ത തീരുമാനമാണെന്ന കാര്യം നന്ദു അനിയോട് പറയണം. ഇവിടെ നീ നിന്റെ ഏട്ടൻ വിജയിച്ച് തിരിച്ചു വരുന്നത് വരെ കമ്പനി തകരാതെ നോക്കുകയാണ് വേണ്ട, അത് നിന്റെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടന് വിജയിക്കാൻ കഴിയാത്തടത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അനി നന്ദുവിനോട് ചോദിക്കുന്നു. AN ജ്വല്ലറി കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വേടത്തി അവരുടെ മോഡലായതുപോലും അവർക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. മൂർത്തി ജ്വല്ലറി അനന്തപുരി തറവാടും തകർന്നു എന്നൊക്കെ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണെന്ന കാര്യമൊക്കെ പറഞ്ഞു. ശത്രുക്കളൊക്കെ ഒന്നിച്ച് തലപൊക്കിയിരിക്കുകയാണെന്നും. അപ്പോൾ അതൊക്കെ കേട്ടപ്പം ആ ശത്രുക്കളോടൊക്കെ പത്തി മടക്കാൻ വേണ്ടി തന്നെയാണ് ആദർശേട്ടൻ വീട് വിട്ട് പോയിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് നമ്മുടെ നന്ദു. അനി അവിടെ നീ തളരുകയല്ല വേണ്ടത്, മറിച്ച് നന്നായി നിൽക്കണം. നീ ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്തിയപ്പോൾ നീ നല്ല ഭംഗിയായിട്ട് അതെല്ലാം ചെയ്തില്ലേ? അവിടെ നിനക്ക് ഒരു പിഴവും സംഭവിച്ചില്ലല്ലോ, പിന്നെ അത് നിനക്ക് പേടി? എന്ത് ചെയ്യണമെന്ന് എനിക്ക് പിടിയില്ല എൻ്റെ നന്ദു എന്ന് അനി പറഞ്ഞു. തിരക്ക് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കാണാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം, എടാ ഇപ്പം നമ്മൾ തമ്മിൽ പരസ്പരം കാണുന്നതൊന്നും അല്ല പ്രധാനം. നിന്നെ ഏൽപ്പിച്ച ജോലി, ഉത്തരവാദിത്വം അത് ഭംഗിയായി നീ ചെയ്യണം, അതാണ് നിൻ്റെ ഡ്യൂട്ടി. അതെന്താ നീ മനസ്സിലാക്കാത്തത്? എത്ര തിരക്കുണ്ടെങ്കിലും എത്ര അകലെ ആയാലും ഒക്കെ നമ്മുടെ മനസ്സുകൾ എന്നും ഒന്നിച്ചല്ലേടാന്ന് നന്ദു അനിയോട് ചോദിക്കണേ. അതുകൊണ്ടാ നീ ഒന്ന് ടെൻഷൻ അടിക്കുമ്പോൾ നിനക്കൊരു സങ്കടം വരുമ്പോഴൊക്കെ എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നതെന്നും നന്ദു അനിയോട് പറയുകയും ചെയ്തു. പിന്നെ നിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് എന്ന് എനിക്കറിയുകയും ചെയ്യാമെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ പരസ്പരം ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് പോകും. സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഇങ്ങനെ തന്നെ കഴിയുകയും ചെയ്യും. അതിനിടയിൽ എൻ്റെ മനസ്സ് എങ്ങോട്ടും ചായില്ല എന്ന് നന്ദു അനിയോട് പറയുക. പിന്നെ നിന്നെപ്പോലെ തന്നെ തിരക്ക് പിടിച്ചൊരു ജോലി തന്നെയാണ് എനിക്കും. ചില നേരത്തെ നിന്നെക്കാളും ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ. പക്ഷെ ആ നേരത്തൊക്കെ അല്പം ആശ്വാസം കണ്ടെത്തുന്നതേ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴാണെന്ന കാര്യമൊക്കെ അനിയോട് നന്ദു പറഞ്ഞ് അനിയെ സമാധാനിപ്പിക്കാം. നമ്മൾ തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ ഓർക്കുമ്പോഴാണെന്നും. പിന്നെ നീ ധൈര്യമായിട്ടിരിക്കടാ, ഞാനല്ലേ പറയുന്നേ. നിൻ്റെ വീട്ടിൽ ഇപ്പോഴേ ഒരു താളം തെറ്റലുണ്ട്, അത് നമുക്ക് മാറ്റിയെടുക്കണ്ടേ? ആദർശണ്ണും നയനേച്ചിയും അവിടെ ഇല്ലാത്തതിൻ്റെ ഒരു ശൂന്യത ആ വീട്ടിലുണ്ട്, അതൊക്കെ മാറും അനിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ അനിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഇങ്ങനെ നന്ദു നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.